എന്താണ് ട്രേഡ് മാർക്ക്? എന്തിനാണ് ട്രേഡ് മാർക്ക്? എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. വലിയൊരു എമൗണ്ട് നമ്മൾ മാർക്കറ്റിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും പല ആളുകളും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാറില്ല. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. എന്തുകൊണ്ടാണെന്നല്ലേ, നമുക്കറിയാം നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് അതല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഒരു 4-5 വർഷം മിനിമം എടുക്കും അതൊരു നല്ലൊരു സ്റ്റേജിലേക്ക്, ആളുകൾ അറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് വരാൻ. ആ ഒരു സമയത്ത് മറ്റൊരു വ്യക്തി പറയാണ് നിങ്ങളുടെ ഈ ഒരു പേര് നിങ്ങൾ മാറ്റണം, അത് ഞാൻ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ ആ ഒരു പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഓണർ എന്നതല്ല, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ് അത് വെച്ചിട്ടാണ് ആളുകൾ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു സർവീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഓണർക്ക് ഇല്ലതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ഒരു പേരിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളോട് ആ പേര് നീക്കം ചെയ്യാൻ പറയാം. ഇൻ കേസ് നിങ്ങൾ ആ ഒരു പേര് മാറ്റാൻ റെഡി അല്ല എങ്കിൽ അവർക്ക് നിങ്ങൾക്കെതിരെ ലീഗലായിട്ട് പോകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ, ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ള ഒരു വ്യക്തിയുടെ പ്രൊഡക്റ്റ് വാങ്ങി അത് വിൽക്കുന്ന ആളുകൾക്ക് അത് ഓക്കെ, അവിടെ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിങ് വരുന്നില്ല. പക്ഷേ അതല്ല, മാനുഫാക്ചർ ചെയ്യുന്ന ആളാണെങ്കിൽ, പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം.